രണ്ട് ശമൂവേലിന്റെ പുസ്തകം അദ്ധ്യായം 23. ദാവീദിന്റെ അന്ത്യവാക്യങ്ങളാണിത്. യിശ്ശായിപുത്രൻ ദാവീദ് ചൊല്ലുന്നു. ഔന്നിത്യം പ്രാപിച്ച പുരുഷൻ ചൊല്ലുന്നു. യാക്കോബിൻ ദൈവത്താൽ അഭിഷിക്തൻ, യിസ്രായേലിൻ മധുരഗായകൻ തന്നെ. യഹോവയുടെ ആത്മാവ് എന്നിലൂടെ സംസാരിക്കുന്നു. അവിടുത്തെ വചനം എന്റെ നാവിന്മേൽ ഇരിക്കുന്നു. യിസ്രായേലിന്റെ ദൈവം കല്പിച്ചു. യിസ്രായേലിൻ പാറ എന്നോട് അരുളിച്ചെയ്തു. മനുഷ്യരെ നീതിമാനായി ഭരിക്കുന്നവൻ, ദൈവഭയത്തോടെ വാഴുന്നവൻ, മേഘമില്ലാത്ത പ്രഭാതകാലത്ത് സൂര്യോദയത്തിങ്കലെ പ്രകാശത്തിന് തുല്യൻ, മഴയ്ക്ക് ശേഷം സൂര്യകാന്തിയാൽ ഭൂമിയിൽ മുളയ്ക്കുന്ന ഇളംപുല്ലിന് തുല്യൻ. ദൈവസന്നിധിയിൽ എന്റെ ഗ്രഹം അതുപോലെയല്ലയോ? അവിടുന്ന് എന്നോട് ഒരു ശാശ്വത നിയമം ചെയ്തുവല്ലോ. അത് എല്ലാറ്റിലും സ്ഥാപിതവും സ്ഥിരവുമായിരിക്കുന്നു. അവിടുന്ന് എനിക്ക് സകല രക്ഷയും വാഞ്ഛയും വർദ്ധിപ്പിക്കുകയില്ലയോ? എന്നാൽ സകല നീചന്മാരും വലിച്ചെറിയപ്പെടുന്ന മുള്ളുപോലെയാകുന്നു. അവയെ കൈകൊണ്ട് എടുക്കാവതല്ലല്ലോ. അവയെ തൊടുവാൻ തുനിയുന്നവൻ ഇരുമ്പും കുന്തപ്പിടിയും പിടിച്ചിരിക്കേണം. അവയെ അവ കിടക്കുന്നിടത്ത് തന്നെ തീവെച്ച് ചുട്ടുകളയണം. ദാവീദിന് ഉണ്ടായിരുന്ന വീരന്മാരുടെ പേരുകളാണിത്. തഹ്കെമോന്യൻ യോശേബ്-ബശേബെത്ത്, അവൻ നായകന്മാരിൽ തലവൻ. 800 പേരെ ഒരേ സമയത്ത് ആക്രമിച്ചു കൊന്ന യസ്ന്യൻ അദീനോ ഇവൻ തന്നെ. അവന്റെ ശേഷം ഒരു അഹോഹ്യന്റെ മകനായ ദോദായിയുടെ മകൻ എലെയാസാർ. അവൻ ഫെലിസ്ത്യർ യുദ്ധത്തിന് കൂടിയിരുന്ന സ്ഥലത്തുനിന്ന് യിസ്രായേല്യർ പൊയ്ക്കളഞ്ഞപ്പോൾ ദാവീദിനോട് കൂടി നിന്ന് ഫെലിസ്ത്യരെ വെല്ലുവിളിച്ച 3 വീരന്മാരിൽ ഒരുത്തൻ ആയിരുന്നു. അവൻ എഴുന്നേറ്റ് കൈ തളർന്ന് വാളോട് പറ്റിപ്പോകും വരെ ഫെലിസ്ത്യരെ വെട്ടി. അന്ന് യഹോവ വലിയ ഒരു ജയം നൽകി. കൊള്ളയിടുവാൻ മാത്രമേ പടജ്ജനം അവന്റെ അടുക്കൽ മടങ്ങിവന്നുള്ളൂ. അവന്റെ ശേഷം ഹാരാര്യനായ ആഗേയുടെ മകനായ ശമ്മാ ഒരിക്കൽ ചെറുപയറുള്ള ഒരു വയലിൽ കവർച്ചയ്ക്ക് ഫെലിസ്ത്യർ കൂടിവന്നപ്പോൾ ജനം ഫെലിസ്ത്യരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി. അവൻ വയലിന്റെ നടുവിൽ നിന്ന് അതിനെ കാത്ത് ഫെലിസ്ത്യരെ വെട്ടി. അങ്ങനെ യഹോവ വലിയൊരു ജയം നൽകി. 30 നായകന്മാരിൽ 3 പേർ കൊയ്ത്തുകാലത്ത് അദുല്ലാം ഗുഹയിൽ ദാവീദിന്റെ അടുക്കൽ ചെന്നു. ഫെലിസ്ത്യരുടെ സൈന്യം രെഫയീം താഴ്വരയിൽ പാളയമിറങ്ങിയിരുന്നു. അന്ന് ദാവീദ് കോട്ടയിൽ ആയിരുന്നു. ഫെലിസ്ത്യർക്ക് ബേത്ത്ലേഹേമിൽ അക്കാലത്ത് ഒരു കാവൽ പട്ടാളമുണ്ടായിരുന്നു. ബേത്ത്ലേഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് വെള്ളം എനിക്ക് കുടിക്കുവാൻ ആര് കൊണ്ടുവന്ന് തരും എന്ന് ദാവീദ് വാഞ്ഛയോടെ പറഞ്ഞു. അപ്പോൾ ആ 3 വീരന്മാരും ഫെലിസ്ത്യരുടെ പാളയത്തിൽ കൂടി കടന്നുചെന്ന് ബേത്ത്ലേഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്നാൽ അവൻ അത് കുടിക്കുവാൻ മനസ്സില്ലാതെ യഹോവയ്ക്ക് നിവേദിച്ച് ഒഴിച്ചു. യഹോവേ, അവരുടെ പ്രാണനെ ഉപേക്ഷിച്ചുപോയ പുരുഷന്മാരുടെ രക്തം ഞാൻ കുടിക്കുകയോ? ഇത് ചെയ്യുവാൻ എനിക്ക് ഇടയാകരുതേ എന്ന് പറഞ്ഞു. അത് കുടിക്കുവാൻ അവന് മനസ്സില്ലായിരുന്നു. ഇതാകുന്നു ഈ 3 വീരന്മാർ ചെയ്തത്. യോവാബിന്റെ സഹോദരനും സെരൂയയുടെ മകനുമായ അബീശായി 3 പേരിൽ പ്രധാനിയായിരുന്നു. അവൻ തന്റെ കുന്തം 300 പേരുടെ നേരെ ഓങ്ങി അവരെ കൊന്നു. അതുകൊണ്ട് അവൻ 3 പേരിൽ വെച്ച് കീർത്തി പ്രാപിച്ചു. ആ 3 പേരിൽ അബീശായി അല്ലേ മാനം ഏറിയവൻ. അതുകൊണ്ട് അവൻ അവർക്ക് തലവനായിത്തീർന്നു. എങ്കിലും അവൻ ആദ്യത്തെ 3 പേരോളം വരികയില്ല. കബ്സേലിൽ ഒരു പരാക്രമശാലിയുടെ മകനായ യെഹോയാദയുടെ മകൻ ബെനായാവും വീര്യപ്രവർത്തികൾ ചെയ്തു. അവൻ മോവാബിലെ സിംഹതുല്യരും അരീയേലിന്റെ പുത്രന്മാരുമായ 2 വീരന്മാരെ കൊന്നതുകൂടാതെ മഞ്ഞുകാലത്ത് ഒരു ഗുഹയിൽ ചെന്ന് ഒരു സിംഹത്തെയും കൊന്നു. അവൻ കോമളനായ ഒരു മിസ്രയീമ്യനെയും സംഹരിച്ചു. മിസ്രയീമ്യന്റെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു. എന്നാൽ അവൻ ഒരു വടിയും കൊണ്ട് അവന്റെ അടുക്കൽ ചെന്ന് മിസ്രയീമ്യന്റെ കയ്യിൽ നിന്ന് കുന്തം പിടിച്ചു പറിച്ച് കുന്തം കൊണ്ട് അവനെ കൊന്നു. ഇത് യെഹോയാദയുടെ മകനായ ബെനായാവ് ചെയ്തു. 3 വീരന്മാരിൽ കീർത്തി പ്രാപിച്ചു. അവൻ 30 പേരിൽ മാനമേറിയവനായിരുന്നു. എങ്കിലും ആദ്യത്തെ 3 പേരോളം വരികയില്ല. ദാവീദ് അവനെ തന്റെ അംഗരക്ഷകരുടെ നായകനാക്കി. യോവാബിന്റെ സഹോദരനായ അസാഹേൽ 30 പേരിൽ ഒരുത്തനായിരുന്നു. അവർ ആരെന്നാൽ ബേത്ത്ലേഹേമ്യനായ ദോദോവിന്റെ മകൻ എൽഹാനാൻ, ഹരോദ്യൻ ശമ്മാ, ഹരോദ്യൻ എലീഖ, പൽത്യൻ ഹെലസ്, തെക്കോവ്യനായ ഇക്കേശിന്റെ മകൻ ഈര, അനതോദ്യൻ അബിയേസെർ, ഹൂശാത്യൻ മെബുന്നായി, അഹോഹ്യൻ സൽമോൻ, നെത്തോഫാത്യൻ മഹരായി, നെത്തോഫാത്യനായ ബാനായുടെ മകൻ ഹെലേബ്, ബെന്യാമീന്യരുടെ ഗിബയിൽ നിന്നുള്ള രീബായുടെ മകൻ ഇത്ഥായി, പിരാഥോന്യൻ ബെനയ്യാവ്, നഹലേഗാശ്,
അരുവികളിൽ നിന്ന് ഹിദ്ദായി, അർബാത്യൻ, അബി അൽബോൻ, ബർഹൂമ്യൻ, അസ്മാവത്ത്, ശാൽബോന്യൻ, എല്യാഹാബ. യാശേന്റെ പുത്രന്മാർ യോനാഥാൻ, ഹാരാര്യൻ ശമ്മ, ആരാര്യനായ ശാരാരിന്റെ മകൻ അഹീരാം, മയാഖാത്യന്റെ മകനായ അഹ്ഷ്ബായിയുടെ മകൻ എലീഫേലത്ത്, ഗീലോന്യനായ അഹീഥോഫേലിന്റെ മകൻ എലീയാം, കർമ്മേല്യൻ ഹെസ്രോ, അർബ്യൻ പാറായി, സോബക്കാരനായ നാഥാന്റെ മകൻ ഈഗാൽ, ഗാദ്യൻ ബാനി, സെരൂയയുടെ മകനായ യോവാബിന്റെ ആയുധവാഹകന്മാരായ അമോന്യൻ സേലക്, ബെരയോഥ്യൻ നഹരായി, ഇത്രിയൻ ഈര, ഇത്രിയൻ ഗാരേബ്, ഹിത്യൻ ഊരിയാവ്. ഇങ്ങനെ ആകെ 37 പേർ.